എല്ലാവർക്കും നമസ്കാരം. വൈശാഖിന്റെ സംവിധാനത്തിൽ മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ടെർബോ എന്ന സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി വെറും 5 ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് തകൃതിയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെർബോ സിനിമയുടെ കേരള ടിക്കറ്റ് ബുക്കിംഗ് നോക്കുമ്പോൾ ഏറ്റവും മികച്ച ടിക്കറ്റ് ബുക്കിംഗ് നടക്കുന്നത് എറണാകുളത്താണ്. ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഏകദേശം 1100 പരം ടിക്കറ്റുകളാണ്. റിലീസ് ചെയ്യാൻ വേണ്ടി ഇനി 5 ദിവസങ്ങൾ ഉള്ളപ്പോൾ പോലും ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് ആണ് ബുക്ക് മൈ ഷോയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ടെർബോ സിനിമയുടെ എറണാകുളത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ മികച്ച ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. സിനിപോൾസിൽ 10 ഷോയാണ് ചിത്രം ആദ്യ ദിവസം കളിക്കുന്നത്. അതിലിപ്പോൾ 8 ഷോയും ഓറഞ്ച് അലേർട്ടാണ്. രണ്ടാമത് നിൽക്കുന്നത് PVR ലുലു കൊച്ചിയിലാണ്. 10 ഷോയാണ് PVR ലുലു കൊച്ചിയിൽ കളിക്കുന്നത്. അതിൽ 8 ഷോയും ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. ടെർബോ സിനിമയുടെ എറണാകുളത്തെ ഏറ്റവും മികച്ച ബുക്കിംഗ് ഉള്ളത് വനിത വിനീതയിലാണ്. ആദ്യ ദിവസം 15 ഷോയാണ് ചിത്രം അവിടെ കളിക്കുന്നത്. അതിലിപ്പോൾ തന്നെ 3 ഷോ ഹൗസ്ഫുള്ളും 12 ഷോ ഓറഞ്ച് അലേർട്ടുമാണ്. PVR ഫോറം മാളിൽ 10 ഷോയാണ് ചിത്രം ആദ്യ ദിവസം കളിക്കുന്നത്. അതിൽ 7 ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ്. PVR ഒബ്രോ ആദ്യ ദിവസം കളിക്കുന്നത് 5 ഷോയാണ്. അതിൽ ഇപ്പോൾ തന്നെ 3ഉം ഓറഞ്ച് അലേർട്ടാണ്. ഷേണൈസിലേക്ക് പോകുമ്പോൾ ആദ്യ ദിവസം കളിക്കുന്നത് 15 ഷോയാണ്. അതിൽ ഇപ്പോൾ തന്നെ 7 ഷോയും ഓറഞ്ച് അലേർട്ടാണ്. M സിനിമാസിൽ നോക്കുമ്പോൾ ആദ്യ ദിവസം കളിക്കുന്നത് 8 ഷോയാണ്. അതിലിപ്പോൾ തന്നെ 4 ഷോയും ഓറഞ്ച് അലേർട്ടാണ്. മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച അഡ്വാൻസ് ബുക്കിംഗിലേക്കാണ് ടെർബോ എന്ന സിനിമ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം 1 കോടി കവിഞ്ഞിട്ടുണ്ട്. ടെർബോ സിനിമയുടെ ഏറ്റവും പുതിയ പ്രീസെയിൽ കേരള കളക്ഷന്റെ അപ്ഡേറ്റ് അടുത്ത വീഡിയോയിലൂടെ നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരൊക്കെയാണ് ടെർബോ എന്ന സിനിമ ആദ്യ ദിവസം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പോകുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ കാണാൻ പോകുന്ന തിയേറ്ററിന്റെ പേര് കൂടി താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.